ഇത് എല്ലാവർക്കും എല്ലാവർക്കും ഒരു പക്ഷേ ഇതിൻ്റെ മറുപടി കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണത്. ആദ്യത്തെ ഒരു പ്രശ്നം പറയാം. ഞാൻ സിനിമയിലേക്ക് വന്ന് 3-4 പടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പുറത്തുനിന്ന് കഥകൾ എടുക്കാൻ തുടങ്ങി. ഈ കഥ കേട്ട് അവസാനം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മടുപ്പായി. അത് കഴിഞ്ഞ് ഞാനൊരു ടീമിനെ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ടീമും മടുത്തു. കാരണം ഇതിനകത്തൊരു പ്രോബ്ലം എന്നാണെന്നറിയോ, ഒരു കഥയായിട്ട് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പലരും പറയുന്നുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ഒരു കഥ പറഞ്ഞു നല്ല രസമാണ്. നമ്മൾ 10 മിനിറ്റുള്ളൊരു കഥയായിട്ടല്ല 15 മിനിറ്റ് ഒരു കഥയായിട്ട് പറയുമ്പോൾ കഥ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് സ്ക്രീൻ പ്ലേ ആയി സ്ക്രിപ്റ്റ് ആകുമ്പോൾ ആ കഥ ആ 10 മിനിറ്റ് എങ്ങനെ നമ്മളെ പിടിച്ചിരുത്തിയോ അതുപോലെ പിടിച്ചിരുത്താൻ പറ്റുന്ന സ്ക്രിപ്റ്റ് വരണം. അവിടെയാണ് എല്ലാവരും പാളിപ്പോകുന്നത്. പിന്നെ കഥകളിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന കഥ ത്രില്ലറുടെ ഘോഷയാത്രയാണ്. അത് ചിലപ്പോൾ ഞാൻ ചെയ്ത ത്രില്ലറും വേറെ ചെയ്ത ത്രില്ലറിൻ്റെ കോമ്പിനേഷൻസ് ഒക്കെ കയറി വരും. അപ്പം 100 കഥ കേൾക്കുമ്പോൾ 1 or 2 ആണ് കുഴപ്പമില്ല എന്ന് തോന്നുന്നത്. അപ്പോൾ പക്ഷേ എന്ന് കരുതി ഇപ്പം ഞാൻ തുടക്കക്കാരനായിട്ട് വന്നവരുടെ വിഷമം അത് അങ്ങനെ എല്ലാവരും അങ്ങനെയുള്ള തുടങ്ങി. അപ്പോൾ എനിക്ക് അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ എൻ്റെ കമ്പനി ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് മെസ്സേജ് അയക്കുന്നവർക്ക് ഞാനൊരു ഫോർമാറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു കമ്പനി മെയിൽ ഐ ഡിയും ഇതും അവരോട് പറയും ഫസ്റ്റ്. അപ്പോൾ അത് എന്നോടല്ല, അപ്പം ഞാൻ അവർക്ക് ആ മെസ്സേജ് അയക്കുമ്പോൾ അയാൾ ഒരു ആൻ്റണി എന്ന് ഒരാളെ കോൺടാക്ട് ചെയ്യും. ആ വ്യക്തി അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് പറയും ഒരു ഡീറ്റെയിൽഡ് സിനോപ്സിസ് അയച്ചു തരാൻ പറയും. ഈ ഡീറ്റെയിൽഡ് സിനോപ്സിസ് ഞങ്ങളുടെ ഒരു ടീമുണ്ട്, അതൊരു 10 പേരുടെ ടീമാണ്. അവരെല്ലാവരും വായിക്കും. അത് വായിച്ചിട്ട് അവിടെ ഒരു വോട്ടിംഗ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പിനകത്ത്. ഇൻട്രസ്റ്റഡ് ഫോർ നരേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ്. ആ വോട്ടിങ്ങിൻ്റെ അനുസരിച്ചിലാണ് ഞങ്ങൾ ആ ആൾക്കാരെ വിളിച്ച് നരേഷൻ കേൾക്കുന്നത്. ഞങ്ങളിങ്ങനെ പ്രോസസ്സ്, കാരണം കണ്ടൻറ്റോ പുതിയ കഥകൾ വേണം. പക്ഷെ പിള്ളേർ ഒരു മടുക്കുക. നമ്മൾ ഈ കുറേ കേട്ട് കഴിയുമ്പോൾ നമുക്ക് മടുപ്പാകും. അപ്പോൾ ഇപ്പം എൻ്റെ മോളൊക്കെ ഉണ്ട് അതിനകത്ത്. സാർ ഞാൻ ഈയിടെ അയച്ചു നോക്കും, ഡാഡി ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് എന്ന് പറയുന്നു. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടെങ്കിലും നമ്മളത് ചെയ്യുന്നുണ്ട്. അപ്പം മറ്റുള്ള ഇപ്പോൾ ഇവരുടെ അടുത്ത് ചെന്നൊരു കഥ പറയാനായിട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇവർ പെട്ടെന്നത് എൻ്റർടൈൻ ചെയ്യാത്തതിൻ്റെ കാര്യം എന്തോരം കഥ കേൾക്കുന്നുണ്ടെന്നറിയും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടപ്പെടണ്ടേ. ഇതൊരു പ്രാക്ടിക്കൽ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. എന്ന് കരുതി പുതിയതായിട്ട് വരുന്നവർക്ക് അവസരങ്ങൾ വേണം, അതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അതിനിപ്പോൾ ഞാനിങ്ങനെ ഒരു സിസ്റ്റം വെച്ചാൽ, കാരണം എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാനൊരു ടീമിനെ ഉണ്ടാക്കി, അവർക്ക് പേയ്മെൻറ്റും ഉണ്ട്, സിറ്റിംഗ് ഫീ ഉണ്ട്. അത് ആക്ച്വലി അങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കേസിൽ അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ഐഡിയാസ് ഉള്ളവർക്ക് അത് പിച്ച് ചെയ്യാനുള്ള ഒരു